மூணார் தேவிகுளத்தில் காட்டியானை தாக்குதல் அதிகரித்துள்ளது. மக்கள் வசிக்கும் பகுதியில் இறங்கிய காட்டியானை கூட்டம் வீட்டின் கேட்டுகளையும் வாகனத்தையும் சேதப்படுத்தியுள்ளன. சாலையோர கடைகளையும் படையப்பா காட்டியானை சேதப்படுத்தியுள்ளது. தேவிகுளம் லாக்காடை சேர்ந்த ஜோர்ஜ் என்போரின் வீட்டிற்கு நேராகத்தான் காட்டியானைகள் தாக்குதல் நடத்தியுள்ளன. கேட்டை உடைத்து உள்ளே சென்ற காட்டியானைகள் മുറ്റത്തിൽ നിർത്തിയിരുന്ന കാറേയും சேதப்படுத்தின. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഇവര് ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാനൊരു 12:15 ആയപ്പോൾ തന്നെ ഞാൻ റേഞ്ചില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ആന മാറിയതിന് ശേഷമാണ് ഈ ഫ്രണ്ടിൽ വന്നാലേ എനിക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇവരെ ഞാൻ വിളിച്ചു, RRTനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പം തന്നെ പിന്നെ ഞാൻ ഇതിന്റെ ശ്രദ്ധയിലായിപ്പോയി. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 1-1:30 ആയപ്പോഴാണ് ഈ ആന ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് പുറത്തോട്ട് പോയി റോട്ടിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഇവര് വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ മേലെ റോട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ച് എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. படையப்பா காட்டியானை கடந்த சில தினங்களாக மூணார் உடுமலைப்பட்டி சாலையில் சுற்றித் திரிகிறது. கடந்த தினம் பெரியாறை பாலத்தின் அருகே 2 சாலையோர கடைகளை காட்டியானை சேதப்படுத்தியிருந்தது. கடையில் இருந்த பைனாப்பிள், சோளம் போன்றவற்றையும் எடுத்துள்ளது. படையப்பா மட்டுமல்லாது காட்டியானை கூட்டங்களும் மக்கள் வசிக்கும் பகுதிகளில் இறங்கித் திரிவது மூணார் பகுதியில் பெரும் பயத்தை ஏற்படுத்தியுள்ளது. நியூஸ் பியூரோ, மூணார்.